ഒരു കമ്മലുണ്ടാവില്ലേ? പിന്നെ എന്റെ കമ്മലുണ്ട്. വേറൊരു സാധനം ഞാൻ കണ്ടായിരുന്നേ, അവിടെ ഒരു കഥകളിയുടെ അത് ഒരെണ്ണം ഇട്ടാ മതി. അയ്യോ, അത് എനിക്ക് തോന്നുന്നു ഇവിടെ ഉണ്ട് അപ്പോൾ. അതെന്ന് പറയുന്ന ഒരെണ്ണം ഇട്ടാ മതി, ഒരു സ്റ്റേറ്റ്മെന്റ്. ഇത് ഞാൻ വന്നപ്പോ തന്നെ നോട്ട് ചെയ്തൊരു സാധനമാണ് കേട്ടോ. ഇത് ഞാൻ അതിന്റെ കല്യാണത്തിന്റെ സെറ്റിന്റെ കൂടെ ഇടാഞ്ഞെന്താ വെച്ചാ ഇതിന്റെ ഭംഗി മറഞ്ഞു പോകും. സിംഗിൾ പീസ് ആയിട്ട് സിംഗിൾ പീസ് ആയിട്ട് ഇടാൻ പറ്റിയ സാധനമാണേ. ശരി, അത് ലോക്കറ്റ് മാത്രമേ നമ്മുടെ ലക്ഷ്മി ലോക്കറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കഥകളി ലോക്കറ്റ് ആയിട്ട്. ശരി, റയർ പീസാണ്. ഭയങ്കര റയർ പീസ്. ഇത് ഒരെണ്ണം ഇട്ടാ മതി കേട്ടോ. കമ്മല് പോലും ആവശ്യമില്ല. പച്ച പാലക്ക കമ്മല്. നല്ല രസമുണ്ട്. ഡയമണ്ടില് വരുന്ന അതേ പാറ്റേൺ ആണ്. നല്ല രസമുണ്ട്. അത് നല്ല ഡീറ്റെയിലിംഗ് ആണ് അതിന്റെ ഏറ്റവും സ്പെഷ്യൽ. കാണിച്ചു തരാം. കഥകളി ഫുൾ റൂബിയുടെ കല്ലുകൾ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ തൊട്ട് താഴെ പാലയ്ക്ക 3 തട്ടായിട്ട്, കുഞ്ഞിത്, മീഡിയം സൈസ്, വലുത്. താഴെ ഇങ്ങനെ ജിമിക്കിയുടെ കുഞ്ചലം പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. കഥകളി രൂപത്തിന്റെ വരുന്ന അതിന്റെ താഴെ ഇളക്കത്താലി ഉണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ, ഒന്നും പറയാനില്ല. അപ്പൊ നമുക്ക് മുകളിലേക്ക് കൂടെ ഒന്ന് പോവാം. അവിടെ വേറെ കുറെ സെറ്റുകളൊക്കെ കാത്തിരിക്കുന്നുണ്ടെന്ന് പറയുന്നത്. ഡയമണ്ടിന്റെ കളക്ഷൻസ് ആണ് അല്ലേ? ഡയമണ്ട് മാത്രമല്ല, എല്ലാ കളക്ഷൻസും ഉണ്ട്. ചെട്ടിനാട്, പിന്നെ ട്രഡീഷണൽ കേരള സ്റ്റൈല് എല്ലാം പെട്ടെന്ന് വന്നപ്പോ ഇങ്ങനെ മിനുങ്ങുന്നത്. ഇതിപ്പോ ഇതാണ് ഡ്രസ്സിന്റെ ക്ലോത്ത്. മറ്റേ ഇത് തലയിൽ വരുന്ന ഷോളാണ്, ഇങ്ങനെ ഇടുന്ന ടൈപ്പ്. അപ്പൊ ഇതാണ് നമ്മുടെ മെഹന്തിയുടെ ഡ്രസ്സ് കേട്ടോ. ശ്രീദേവിയുടെ മെഹന്തിയുടെ ഡ്രസ്സാണ്. അപ്പോൾ എനിക്ക് കളർ എന്ന് ഈ ഓർണമെന്റ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ഷോൾ ഒന്ന് എടുത്തിട്ട് വന്നതാണ്. ഒരു മസ്താനി ടൈപ്പ് ഡ്രസ്സാണ്. അപ്പൊ ഇത് തലയിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ ഇതനുസരിച്ചിട്ടുള്ള ഓർണമെന്റ്സ് സെലക്ട് ചെയ്യണം. അപ്പൊ ഇതിന്റെ അതേ കളർ ഓർണമെന്റ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിപ്പോ ഇങ്ങനെ ചോക്കറായിട്ട് വേണമെങ്കിൽ ഇടാം, അതുപോലെ തന്നെ താഴെയായിട്ട് ഇടാം. പക്ഷെ നമ്മളിങ്ങനെ വെച്ച് നോക്കിയപ്പോൾ കുറച്ചും കൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് തോന്നുന്നത് സിൽവർ ആയിട്ട് ഇരിക്കുന്നതാണെന്ന് മാം പറഞ്ഞു. എനിക്കും അങ്ങനെയാണ് തോന്നിയത്. അപ്പൊ നമ്മളങ്ങനെ സിൽവറിന്റെ, അതെ, സിൽവർ ടോണിലുള്ള ഡയമണ്ട് ഫിനിഷിംഗ് ഉള്ള അല്ലേ. നല്ലുണ്ട്, അത് നല്ലതാണ്. കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ചിലത് കുറച്ചിങ്ങനെ പൊങ്ങിയിരിക്കും. അതെ, അങ്ങനെ കറക്റ്റ്. അത് ഈ കുറഞ്ഞ ആർട്ടിഫിഷ്യൽ സ്റ്റോണിൽ വരുന്നതാകുമ്പോഴേ അതിന്റെ ഫിനിഷും ഫ്ലെക്സിബിലിറ്റി ഒക്കെ അതുപോലെ ആയിരിക്കും. ഇതെന്ന് പറയുമ്പോൾ ഗോൾഡില് ഡയമണ്ടിന് പകരം യൂസ് ചെയ്യുന്ന അതേ സ്റ്റോൺസാ. അതുകൊണ്ടാണ് അത് ആ വർക്കും അങ്ങനെ തന്നെ ആയിരിക്കും, ഡയമണ്ടിന്റെ ഫീൽ പോലെ. ഓക്കെ ഓക്കെ. അതിനെങ്ങനെ മാറ്റിയുണ്ടോ ഈ കമ്പനി? ഇല്ല അല്ലേ? വേറെ സിൽവറിന്റെ ഏതെങ്കിലും ഒക്കെ സെറ്റിന് കാണുമല്ലോ മാറ്റിയുള്ളത്. മാറ്റിയല്ല, ചുട്ടിയോ അതേ ഉള്ളൂ. പിന്നെ ഒരു സൈഡിൽ ഇടാൻ പറ്റുന്ന ടൈപ്പ് സിൽവർ അല്ലേ? ഇതില് വരുന്നില്ല, ഇതില് കമ്മലും ഇതും മാത്രമേ വരത്തുള്ളൂ. ഓക്കെ ഓക്കെ. പിന്നെ നമ്മള് ചില ഡിസൈനിൽ മാത്രം അത് വരുന്നുള്ളൂ. അത്ര മാച്ച് ആവുന്നില്ല. ഇത് വേറെ ഡിസൈൻ. മോതിരാണോ? മോതിരമുണ്ട്. വള നോക്കാം നമുക്ക് അങ്ങനെ ചെയ്തുന്നത്.
ഇത് സിൽവർ മാത്രം ഇടണോ അല്ലെങ്കിൽ എന്തെങ്കിലും റൂബി വരുന്നത് ഇട്ടാ ഭംഗി ഉണ്ടാവോ? റൂബി വരുന്നത് വേണേ വെച്ച് നോക്കാം നമുക്ക്. സിൽവർ തന്നെ അതെ കുറച്ച് ഹാങ്ങിങ് ഹെവി ആയിട്ടുള്ളതുണ്ട്. വെറുതെ വെച്ച് നോക്കിക്കോ. എല്ലാം ഇപ്പൊ ഒന്ന് ഇട്ടില്ലേലും ജസ്റ്റ് ഒന്ന് കഴുത്തേലേക്ക് വെച്ചാ അറിയാൻ പറ്റൂല്ലോ. അല്ലെ മുടി അല്ലേ, ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം. ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി. ഇത് നല്ലതാ, ഇത് നല്ലൊരു ഫീല് കിട്ടുന്ന. നല്ല രസമുണ്ട്. ഇത് നല്ലുണ്ടല്ലേ അമ്മ? അത് നല്ലതാ. അത് നല്ലതാ. താഴത്തേക്ക് എന്തെങ്കിലും ഒരു ചെറിയ അത് നോക്കാം, അത് വേറെ തരാം. ഇത് മോൾ ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഏതാ എടുക്കണേന്ന് ഫിക്സ് ചെയ്തിട്ട് അതിന് മാച്ച് ആവുന്ന രീതിയിൽ നമുക്ക് താഴേക്കുള്ളത് നോക്കാം. ഇതെല്ലാം വേണേ ഒന്ന് വെച്ച് നോക്കിക്കോ. ഇത് വേറൊരു ഫീലായിരിക്കും. അത് നല്ലതാ. അതെ, എല്ലാതും ഇത്ര ഹെവി ആണെങ്കിലും നല്ല ഫ്ലെക്സിബിൾ ആവണം എന്നുള്ളതാണ്. അതുണ്ടോ എത്ര ഫ്ലെക്സിബിൾ ആവുന്നുണ്ട് നോക്കി. ഇതും കൂടെ ഇതൊന്ന് വെച്ചോ. ഇത് വേറെ മറ്റേ ഗൗണിനൊക്കെ സാരി ആണെങ്കിൽ അത് പറ്റില്ല. അത് നല്ലതാ, അത് കറക്റ്റ് ആയിരിക്കും. പിന്നെ ഈ ഒരു വീതിയും കൂടെ ജസ്റ്റ് നോക്കിക്കോ. വെറുതെ വെച്ച് നോക്കിയാൽ അപ്പം ഇതായിരിക്കും കുറച്ചുകൂടെ ആപ്റ്റ്. അത് നോക്കാം. ഇനി വേറെ അത് ഇല്ല, അത് അഡ്ജസ്റ്റബിളാ. വൈറ്റില് അല്ല, വൈറ്റില് ലോങ് അങ്ങനത്തെ ലോങ് എന്തെങ്കിലും അത് നോക്കാം. അതും കൂടെ ആയിട്ടുണ്ടെങ്കിൽ അത് നോക്കിക്കേ. ലോങ് അല്ലേ? ഇട്ടിട്ട് നമുക്ക് അത് അപ്പൊ ഇതിട്ടിട്ട് അതും കൂടെ സെറ്റ് ആക്കാം. ബാക്കിലെ ത്രെഡ് ഓപ്ഷൻ. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അപ്പൊ അത് ഓക്കെ അല്ലേ? ഫുൾ ടൈറ്റ് ചെയ്യുമ്പോൾ ടൈറ്റ് ചെയ്യണം. അത് നമ്മള് ത്രെഡ് വെച്ച് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിന്റെ കമ്മല് സിന്ധു, ഇതിന്റെ കമ്മൽ അതന്നെ ചെയ്യേണ്ടി വരും. അങ്ങനെ എന്താണെന്നറിയോ, ഇതല്ലെങ്കിൽ ലോങ് തട്ടു അല്ലേ? 2-3 പോരെ? ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യണം. മുടി എടുക്കണ്ട. മറ്റേ ലോങ് ബ്ലൂ ആണോ അത് ആ കിടക്കുന്നത്? ഇത് ബ്ലൂവാ. അതും കൂടെ വെറുതെ ഇതെടുത്തോ. വെറുതെ വെച്ച് നോക്കാം. ഡാർക്ക് ബ്ലൂ അത് വെച്ച് നോക്കാം. കളറിന്റെ ഒരൊറ്റ ഇത് കാരണം കൊണ്ട് ഞാൻ മാറ്റിയില്ല. ഇത് തന്നെ ആയിരിക്കും നല്ലത്. ഇത് തന്നെയാ നല്ലത്. ഡ്രസ്സിന്റെ കൂടെ വരുമ്പോ അത് തന്നെയാണ് സാരിയുടെ മേളല്ലേ കളറിലെ ഡ്രസ് വേറെ വരും. ഇത് കൊള്ളാം അല്ലേ? അത് നല്ലതാ. ഇതും നല്ലയാ. അത് നല്ലതാ. പിന്നെ ഡാർക്ക് വരുമ്പോ ആ കളറുമായിട്ട് അതിന്റെ കൂടെ വരുമ്പോ സ്യൂട്ട് ആവുന്നില്ല. ഇങ്ങനെ വരും അല്ലേ? അതില് നല്ലത് ഫുൾ വൈറ്റാ. അപ്പൊ നമുക്ക് ഓർണമെന്റ് ബാക്കി ഇടാം. പക്ഷെ ഇതുമായിട്ട് അങ്ങ് കമ്പൈൻ ആവണമെങ്കിൽ അത് നമുക്ക് ഒന്നുകൂടെ സെറ്റ് ആക്കേണ്ടി വരും. ഒന്നുകൂടെ അത് പിൻ ചെയ്ത് തരും. അത് മേക്കപ്പ് ആർട്ടിസ്റ്റ് അവര് ചെയ്യും. കമ്മൽ ഇത് മതിയല്ലോ. നെറ്റിച്ചുട്ടി നമുക്ക് അത് വല്ലതും ചെയ്തുതരാമോ? ജസ്റ്റ് ഒരു ലോക്കറ്റ്, വലിയൊരു ലോക്കറ്റ് പോലെയോ അങ്ങനെ ലോക്കറ്റ് മാത്രം മതി. ഡയമണ്ട് ലോക്കറ്റ് മാത്രമേ. അത് നമുക്ക് വൈറ്റ് ലോക്കറ്റ് താഴെയാണേലും വൈറ്റ് ഗോൾഡിലുള്ള ലോക്കറ്റ് ഉണ്ടേ മതി. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ കളക്ഷൻസ്. ശരിക്കും ഡയമണ്ട് അതേ മോഡല് വേണ്ടല്ലേ? ഇതൊക്കെ ആണേലും അതെ.
ഇതും പല കൺസെപ്റ്റുകൾ. ആ ബ്രേസ്ലെറ്റ് ബാംഗിൾസും എടുത്തോ. എങ്ങനെ 2 കയ്യിലിടുവോ 1 കയ്യിലിടാറുണ്ടോ? ഒരു കയ്യിലൊക്കെ സാധാരണ ഇടുന്നത് ഇത്ര ഹെവി ആവുമ്പോ. എത്ര ഹെവി? പിന്നെ ഞാനൊക്കെ വല്ലപ്പോഴും ഒക്കെ ഇടാറുണ്ട് ഹെവി രണ്ടും ഒക്കെ. മാമിന്റെ കളക്ഷൻ കാണാൻ തന്നെ കുറെ പേരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വല്ലപ്പോഴും ഒക്കെ എങ്ങനെയൊക്കെ ഇടുന്നു. ഇത് ബാംഗിൾ എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? 4 അല്ല, ഇത് ഫുൾ ഹാൻഡ് അല്ലേ? അപ്പൊ ഒരെണ്ണം വെച്ചിട്ട് മതി. ഒരെണ്ണം വെച്ച് മതി. വേണമെങ്കിൽ ഇങ്ങനെയുള്ള ബാംഗിൾ നോക്കാം. അത് വേണേലും നോക്കാം. ഭയങ്കര വലുതായിരിക്കും എനിക്ക്. ഇല്ല, അത് ശരി വലുതാ. അപ്പൊ സിൽവറിൽ വരുന്നതല്ലേ വരുന്നത്, പിന്നെ എല്ലാ ഷെയ്ഡ് ഇവിടെ ടച്ച് ആവും. പിന്നെ ഇത് ഇടാൻ പറ്റുമോ? പക്ഷെ ആ സ്റ്റോൺ ഇത് ഗ്രീൻ അല്ല, ബ്ലൂ തന്നെ, പക്ഷെ ഇത്തിരി ഡാർക്ക് ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ അത് പറ്റുമോ? അത് വേണ്ട, ഇത് മതി. അത് ചെറുതാണല്ലേ കുറച്ചും കൂടെ. ഇത് ഭയങ്കര വലുത് കൊടുക്കുന്നുണ്ട്. ഫുൾ ഹാൻഡ് ആണെങ്കിൽ ഇതൊരെണ്ണം 2 ചിലപ്പോ 3/4 ആണെങ്കിലോ. അതെന്നെ ഇത് കുറച്ച് വലുതാണോ? കയ്യിലും സൈസ് കൂടുതലാണ്. ഇത് വേറൊരു പാറ്റേൺ അല്ലേ? ചുറ്റിയാക്കിയത് ചുറ്റിയ സെറ്റാക്കണ്ടോ? അപ്പൊ അതാ ഫില്ലാവുമല്ലോ. കഴുത്തേല് വെച്ച് നോക്കണം. അല്ല, ഇതന്നെ നന്നാവോ? ഇത് ഇതല്ല, ഞാൻ ഇഷ്ടമുള്ളത് പറയട്ടെ. ഓക്കെ, ഡൺ. അപ്പൊ ഇനി സൈഡിൽ വെക്കുന്ന സാധനം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അതിപ്പോ സെറ്റ് ആക്കി തരാം. ഞാൻ സെറ്റാക്കാൻ പോവാ. ഓക്കെ ഇപ്പൊ സെറ്റ് ആക്കി കൊണ്ടുപോകും. ഒന്നും നോ ഇല്ല. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇവിടെ ഒന്നിനും നോ എന്നുള്ള സംഭവം ഇല്ല. നോ പറയാൻ പാടില്ല, ഇമ്പോസിബിൾ പറയാൻ പാടില്ല. അതാ ഞാൻ എപ്പോഴും പറയാറില്ല. കസ്റ്റമർക്ക് എന്താണോ ആവശ്യം നമ്മളത് ചെയ്തു കൊടുത്തിരിക്കണം. നമ്മള് കസ്റ്റമൈസ് ചെയ്യും. അപ്പൊ അത് ഫില്ലായില്ല. സാറ്റിസ്ഫാക്ഷൻ വരണല്ലോ. നമ്മള് ആഗ്രഹിച്ച രീതിയിൽ പോകാൻ പറ്റണം. സാറ്റിസ്ഫാക്ഷൻ മാത്രമല്ല, ആകെ കൺഫ്യൂഷൻ ആവുന്നത് ഏത് എടുക്കേണ്ടതെന്നുള്ളതിന്. അല്ല, ഒരു കയ്യിൽ ഇതും ഇത് ഇത്തിരി സിമ്പിൾ ആയിട്ടുള്ള ഇതുപോലെ ഒരെണ്ണം കൂടെ വെച്ചാലും കുഴപ്പമൊന്നും. ഇതാവുമ്പോ ഒരെണ്ണം മതിയല്ലോ. ഇതാണ് കുറച്ചും അവനെ ചെറുത് കാണില്ലേ സിന്ധു? വേറെ മോതിരത്തിന്റെ ട്രേ ഉണ്ടോ? ഇത് ഒളിഞ്ഞിരിക്കുക. അപ്പൊ ഈ ഒരു വലിപ്പം മതിയോ എന്ന് ചോദിച്ചു. ഇത് മതിയാവോ? ഇത് സൈഡാക്കാൻ ഇത് മതിയൊന്ന് നോക്കൂ. സൈഡാക്കാൻ അങ്ങനെയാണെങ്കിൽ അതൊന്നും നമ്മൾ ഇതിന്റെ ഇവിടെ നിന്ന് പോയി. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് ത്രെഡ് കയറ്റിയിട്ട് ഹെയറിന്റെ ഉള്ളിലാണെങ്കിൽ ഇത് ചുട്ടിയാക്കാം. ഇത് കൊടുത്തു കഴിഞ്ഞ് ഇത് ചുട്ടിയാക്കാം. പിന്നെ നമ്മൾ സെറ്റായി. ഓക്കെ. അപ്പൊ സൈഡിലുള്ളത് ഇത് വലിപ്പം മതിയോ എന്ന് നോക്കാം. ഞാൻ കാര്യം പറയട്ടെ, ഇതിപ്പോ ചെറിയൊരു ത്രെഡോ അങ്ങനെ കൊടുത്തു ഇങ്ങനെ വെക്കാൻ പറ്റും. അപ്പൊ ഇവിടെ വേണ്ട എന്തെങ്കിലും ഒരു കണക്ഷൻ ചുട്ടി വേണോ? ചുട്ടി വേണ്ടി വരില്ല. ചുട്ടി വേണം. ഇതിപ്പോ സൈഡിലുണ്ടെങ്കിൽ ചുട്ടി അപ്പൊ പിന്നെ അത് ത്രെഡ് അതുപോലെ തന്നെ കൊടുത്താൽ മതി, കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഒരു ചുട്ടി ചെറുതായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ വെക്കാം. അതെ 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 അതെ. ശരിക്കും ഷോള് കിടക്കുന്നോണ്ട് കുറച്ച് പോർഷനെ കാണത്തുള്ളൂ. ഇവിടത്തെ കുറച്ച് പോർഷനെ കാണത്തുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ ഒരു ഓർണമെന്റ്സ് ഉണ്ടെന്നൊരു ഫീല് കിട്ടിയ മനസ്സിലായോ? നമുക്ക് ഈ മൊത്തം തിളക്കത്തിൽ ആ ഒരു ഇവിടെ തിളങ്ങിയാൽ മതി. നമുക്ക് തിളക്കം മതി. അത് രണ്ടും നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ ഇത് രണ്ടും ഇതുപോലെ ഒരു ഗോൾഡൻ അല്ല യെല്ലോ
സിൽവർ ത്രെഡിൽ ആയിരിക്കും മുടിയുടെ ഉള്ളിലേക്ക് ചെയ്യാൻ പറയണം ഓക്കെ ഓക്കെ. കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും ഒരു ത്രെഡ് ഉണ്ടോ അതിലെങ്ങനെ ചെയ്ത്? ഇത് നോക്കട്ടെ, ഈ ത്രെഡ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും കളക്ട് ചെയ്ത് കേട്ടേണ്ടി വരും. നോക്കാം, വെയിറ്റ്. എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും. അപ്പൊ ഈ ഫ്ലോർ ആക്ച്വലി റെന്റൽ കളക്ഷൻസിന്റെ ഫ്ലോർ ആണല്ലേ? അതെ അതെ അതെ. ആ ഇനിയിപ്പോ പറക്കാട്ട് ജ്വല്ലറിയുടെ ഓർണമെന്റ്സ് അതും ഒരു സാധാരണ ഇമിറ്റേഷനെ കഴിഞ്ഞും കുറച്ചുകൂടെ ഒരു റേഞ്ച് വരുമല്ലോ, കാരണം ഇത് 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർഡ് ആയതുകൊണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇനി അതും അഫോർഡബിൾ അല്ല. ഇപ്പൊ പുറമേക്ക് പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ ഓർണമെന്റ്സ് പോലും എടുത്താലും അവർക്കത് വീട്ടിൽ വെച്ചിട്ട് വെറുതെ പോവുക എന്ന് പറയുന്നത്, പിന്നീട് പുറമേക്കൊന്നും പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകില്ല, കോസ്റ്റ്യൂമിന്റെ കൂടെ യോജിക്കില്ല. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ വന്നിട്ട് ഒരുപാട് പേര് പുറമേ നിന്ന് വരുന്നവരൊക്കെ, ഔട്ട് ഓഫ് ഇന്ത്യ വരുന്നവര് അല്ല ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ ഉള്ളവര് ഒരുപാട് പേര് വന്നിട്ട് റെന്റല് ചോദിക്കും. അപ്പൊ നമ്മളൊരു കളക്ഷൻ ആ കോവിഡ് ടൈം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് എല്ലാ കളക്ഷൻസും ഉണ്ട്. ഇപ്പൊ സിൽവർ ബേസ്, ഗോൾഡൻ ബേസിൽ ഡയമണ്ട് പാറ്റേൺ, പിന്നെ ചെട്ടിനാട്, പിന്നെ നമ്മുടെ കേരള ട്രഡീഷണൽ മുല്ലമുട്ട്, പാലക്ക തൊട്ട് എല്ലാ ഓർണമെന്റ്സും എന്തൊക്കെയാണോ നമുക്ക് വിൽക്കാനുള്ളത് അതേപോലെ തന്നെ നമ്മളൊരു റെന്റൽ ഫ്ലോർ, അതിപ്പം നമ്മുടെ ഇവിടെ വുഡ്ലാൻഡ്സ് ജംഗ്ഷനില് ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത്. പക്ഷെ ഇത് ഭയങ്കര ആളുകള് അതും നെഞ്ചിലേറ്റി തുടങ്ങി. കാരണം എന്താന്ന് വെച്ചാൽ ചിലർക്ക് ഇത്രയുള്ള ഒരു ഓർണമെന്റ് വാങ്ങി വെക്കാൻ, ഇപ്പൊ ഇതുപോലെ ഹെവി ആയിട്ടുള്ള ഒരു ലെഹങ്ക കല്യാണത്തിന് യൂസ് ചെയ്തു, അതിന് വേണ്ടിയിട്ട് ഇത് വാങ്ങി വെച്ചിട്ടും കാര്യമില്ല. അപ്പൊ പിന്നെ അങ്ങനെയുള്ളവർ വന്നിട്ട് അത്രയും ബഡ്ജറ്റ് മുടക്കാൻ ഉദ്ദേശിക്കാത്തവര്, ഇനി ഓർണമെന്റിൽ അത്രയും കൂടെ ബഡ്ജറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഇല്ലാത്തവരാണത്, അങ്ങനെയുള്ളവർ വന്ന് ഇവിടുന്ന് റെന്റിൽ എടുക്കും. റെന്റ് എടുത്താലും നമ്മളുടെ അതേ ഡിസൈൻസ് പാറ്റേൺസ് ഒക്കെ ആയതുകൊണ്ട്, പിന്നെ എല്ലാ സ്റ്റോൺസും എല്ലാം സെയിം പറക്കാട്ടിന്റെ വിൽക്കാനുള്ളതിലായതുകൊണ്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് ടു ബി ഫ്രാങ്ക് ഒരു ഇമിറ്റേഷൻ ജ്വല്ലറിക്കും ഇതേപോലെ ക്വാളിറ്റിയിൽ ഫിനിഷിൽ ഒരു റെന്റൽ ഓർണമെന്റ്സ് കൊടുക്കാൻ പറ്റില്ല, ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പൊ ഈ എന്താ പറയാ, ഗോൾഡ് വാങ്ങിക്കാനായിട്ട് ബഡ്ജറ്റ് ഇല്ലാത്തവര്, പക്ഷെ എന്നാലും ആഗ്രഹമുള്ളവർ നമ്മുടെ പറക്കാട്ട് ജ്വല്ലേഴ്സിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ വരാം. അതിലും ബഡ്ജറ്റ് ഇല്ലാത്തവർ, വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ലാത്തവര് ഇവിടെ സെക്കൻഡ് ഫ്ലോറിൽ വന്നിട്ട് റെന്റിന് കൊണ്ടുപോകാം. അടിപൊളി. ഇതിന്റെ കൂടെ ഈ കമ്മലിട്ട ഭംഗിണ്ടാവുന്നു അമ്മമാർക്ക് നമുക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാലോ. ഇതോ സ്റ്റഡ് പോലെ വന്ന് എന്നിട്ട് ഒരു മാട്ടി പോലെ എന്തെങ്കിലും ഭംഗിണ്ടാവും. എനിക്ക് തോന്നുന്നു ഇത് തന്നെ ആയിരിക്കും അമ്മ ഭംഗി. കളറാണ്, പക്ഷെ ഇത് എല്ലാം സിൽവർ ആയതുകൊണ്ട് ഇതും. പക്ഷെ അങ്ങ് എടുത്ത് നിൽക്കണമെങ്കിൽ ഇത് തന്നെ അത് തന്നെ ഇത് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതെന്താന്ന് വെച്ചാൽ ഒന്ന് ഷോളൊക്കെ ഇട്ടൊക്കെ കഴിയുമ്പോഴത്തേക്കും മൊത്തം കവേർഡ് ആയി പോകും, കൊറേ പോകൂലോ. അപ്പൊ നമ്മള് അപ്പൊ അത്ര ഇടുമ്പോ ഒന്ന് ഇടയ്ക്കുന്ന് കാണുമ്പോഴാണ് ഒരു ഇച്ചിരി ഇത്തിരി വലുതാണെങ്കിലാണ് കാണുള്ളൂ. ഈ മോതിരം അപ്പുറത്തുകൂടെ മോതിരം ഇട്ടോ, അത് കൈ ഒഴിഞ്ഞു. അത് കുഞ്ഞു മോതിരം പറഞ്ഞിട്ടുണ്ട്, രണ്ടിലും അത് ചെറുതായിട്ടാണ്. ഇനി ചുട്ടിയും കൂടെ ഉള്ളൂ, അത് ശരിയാക്കാൻ വേണ്ടി ചേച്ചി പോയിട്ടുണ്ട്. അത് ശരിയാക്കിക്കൊണ്ട് വരും. വള, മോതിരം, പിന്നെ ഇപ്പുറത്തൊരു കുഞ്ഞു മോതിരം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞു 2 വള, കാരണം ഫുൾ ഹാൻഡ് ആയിരിക്കും ഞാൻ ഇടുന്നത്. പിന്നെ ജസ്റ്റ് ഒന്നെങ്കിൽ ഫുള്ളൊന്നും അല്ലെങ്കിൽ ഇത്രയും വരെ ഉള്ളതായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ജസ്റ്റ് കുറച്ച് വളയും കൂടെ ഇട്ടത്. പിന്നെ നെക്ക് പീസ്, അതുപോലെ തന്നെ ലോങ് പീസ്. അങ്ങനെ മെഹന്തിയുടെ സെറ്റായി. നെറ്റിച്ചുട്ടിയും കൂടെ ഉണ്ട്, ഈ സൈഡിൽ ഇങ്ങനെ വെക്കുന്ന ഒരു സാധനം കൂടെ ഉണ്ട്, അത് ചേച്ചി സെറ്റാക്കി കൊണ്ടുവരും. അപ്പൊ ഇത് ഡൺ അല്ലേ? ഡൺ. ഇനിയിപ്പോ എന്തെങ്കിലും അങ്ങനെ ഷൂട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞാൽ മതി, ഞാൻ സെറ്റ് ആക്കിക്കോളാം എല്ലാം. നമുക്ക് എന്ത് വേണമെങ്കിലും. അടുത്ത ഫംഗ്ഷന് ഞാൻ ചെട്ടിനാട് ഡിസൈൻസ് ഉണ്ട്. അതെ ഉറപ്പായിട്ട്. അപ്പം അതേപോലെ വന്നിട്ട് ഒരു ദിവസം നമ്മളുടെ പറക്കാട്ട് റിസോർട്ടിലേക്കും അല്ലേ? റിസോർട്ടിലേക്ക് എന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പൊ ദൈവം അനുഗ്രഹിച്ച് വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും വരണം. ബർത്ത്ഡേ നമുക്ക് അവിടെ അടിപൊളിയായിട്ട് ആക്കാം. ഇടയ്ക്ക് കയറിയപ്പോ ഭംഗിയായിട്ടാ. ഇടയ്ക്ക് കയറുമ്പോഴാ ഇത്തിരി അല്ലേ?
അത് സെറ്റ്, ഡൗട്ട് വേണ്ട. എനിക്ക് തോന്നുന്നു അതില് ഈ 2 വള കയറിയാൽ മതി. 4 അത് അതെ അതെ അതെ, ഈ 4 കയറണം, 2 ഇതിൽ കയറിയാൽ മതി. അതന്നെ ഇനി ചെറിയ വള കയറ്റും. ചെറിയ വള ഇത്തിരി ചെറുതായി പോയ പോലെ. അതെ, ഞാൻ ചെറുതെന്താന്ന് പറയാം. കുഴപ്പമില്ല. മോള് ഇപ്പുറത്തും കൂടി ഇട്ട് കഴിയുമ്പോ സെറ്റ് ആവുമെന്ന് നോക്കാം. ഇല്ല ഒരല്പം വലിയ വള ഇത് വേണമെങ്കിൽ 3 ആക്കാം കേട്ടോ. വേണ്ട, അത്ര കൈ അത്ര ഉള്ളൂ. ഈ വള ഇടുന്ന അപ്പൊ കുഴപ്പമില്ല, മൊത്തം ഇട്ടപ്പോ കുഴപ്പമില്ല അല്ലേ? അത് വരുന്ന പോവില്ലെന്നോ. ഇനി പൊടിക്ക് വലിയ വള ആണെങ്കിലും ഒരു വള ഇവിടെയും ഒരു വള, അല്ലെ ഇവിടെ എവിടെയെങ്കിലും ഒരു വള ഒന്ന്, ഇവിടെ ഒരു വള കുറച്ചാ ഇവിടെയും കുറച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ഒന്ന് അനങ്ങുമ്പോഴാണ്. ഒറ്റ വള കുറച്ചിട്ടൊന്ന് ഇട്ട് വയ്ക്കും മോള്. അല്ല, തൽക്കാലം ഈ 2 ഒന്ന് ഊരിയാൽ മതി. അത് മാത്രം ഊരിയാൽ മതി. എന്നിട്ട് ടാഗ് പൊട്ടിക്കുമ്പോ ഞാനത് മാറ്റി. ഇത് മാത്രം ഇട്ടിട്ട് ഇതും കൂടി ഇട്ട് വെക്കാം. അപ്പൊ ആ 2 വള ഇതിന്ന് ഓരോന്നോരോന്ന് കുറയുമ്പോൾ വ്യത്യാസം മനസ്സിലാവും. നീ ഒന്ന് ഇത്രയും മതി, അപ്പഴേ ഒന്ന് അനങ്ങുള്ളൂ. 2 വളയുടെ ഇടയ്ക്ക് സെറ്റ് ചെയ്ത് തരാം. സെറ്റ് ചെയ്യുമ്പോ അങ്ങനെ. അപ്പൊ ശരി മാം, ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ മോളെ നേരിട്ട് ക്ഷണിക്കാനും കൂടെ ഞാൻ ഇന്നിപ്പോ ഈ സമയത്ത് വന്നത്. എന്റെ മോന്റെ കല്യാണമാണ്. അപ്പൊ കല്യാണത്തിന് തീർച്ചയായിട്ടും എത്തണം. 8 ഗുരുവായൂരാണ്, അത് 2-ാം തീയതി. പിന്നെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 9th ഫെബ്രുവരി 9th, 14th, 16th. അപ്പൊ 16th നമ്മുടെ റിസോർട്ടിൽ വെച്ചാണ് ഫംഗ്ഷൻ. അപ്പൊ നമ്മുടെ പറക്കാട്ട് റിസോർട്ടിലേക്ക് എന്താണേലും എത്തുക. ഇനി 14th ആണ് 14th, 16th ആണ് 16th, ഏതാണേലും വിരോധമില്ല. തീർച്ചയായിട്ടും മാം, ഞാൻ എന്തായാലും തീർച്ചയായിട്ടും വരണം. ഓക്കെ, സന്തോഷം. അത് കൂടാതെ നമുക്ക് ബർത്ത്ഡേ പറക്കാട് നേച്ചർ റിസോർട്ടിൽ സെലിബ്രേറ്റും ചെയ്യാം. തീർച്ചയായിട്ടും എന്റെ ഫെബ്രുവരി 23rd ബർത്ത്ഡേ ഞാൻ അവിടെ സെലിബ്രേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് നടക്കട്ടെ അല്ലേ? അതെ, നടക്കും. നമ്മുടെ സെറ്റ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. ചേച്ചി ഏതെങ്കിലും ഒരു 2 മോതിരം കൂടെ വെച്ചേക്കണേ. ഇല്ല ചെട്ടിനാടിന്റെ മോതിരം തന്നെ വെച്ചാലോ? ചെട്ടിനാടിന്റെ പാക്ക് ചെയ്യേണ്ടത് വേഗമായിട്ട്. വേണം ഒരു കയ്യിലൊരു സിമ്പിളും കൂടെ എന്തെങ്കിലും അതിലും ചെറുതുണ്ടായിരുന്നു അല്ലേ സിന്ധു? ഇതാണെങ്കിലും നല്ലൊരു ഡിസൈൻ. ഓക്കെ, ഇത് 2 മതി. അപ്പൊ അതാ നമ്മുടെ കല്യാണത്തിന്റെ ഓർണമെന്റ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. എല്ലാം നല്ല പള എന്നായിട്ടുണ്ട് കേട്ടോ, മാമിനെ പോലെ. എന്താ മാമിന്റെ ഈ സീക്രട്ട്, ഈ പള സ്കിന്നിന്റെ സീക്രട്ട്? ഒന്നും നമുക്ക് യൂസ് ചെയ്യാനൊന്നും പറ്റാത്തതാണ് നമ്മുടെ വിജയരഹസ്യം. സമയം കിട്ടുന്നില്ല, പോവാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. എവിടെയെങ്കിലും പോകാനായിട്ട് നമ്മൾ തന്നെ കുറച്ച് ഇങ്ങനെ വാരി തേച്ചിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഒന്നും വലിയ കുഴപ്പമില്ലാണ്ടിരിക്കുന്നത്. അതാണ് സീക്രട്ട് അല്ലേ? ചെയ്യാൻ സമയം, മേക്കപ്പ് അല്ല, ബ്യൂട്ടി കെയർ ചെയ്യാനുള്ള സമയം കിട്ടാത്തതാണ്. ഒരു സീക്രട്ടും ഇല്ലാത്തതാണ് മാമിന്റെ സീക്രട്ട്. ഞാൻ ചുമ്മാ പറയല്ല കേട്ടോ, ഇത് എന്താ പറയാ, ഇത് കുറെ നാരാശം ഞാനിങ്ങനെ പറഞ്ഞിട്ടും എനിക്ക് മതിയാവാത്തതിന്റെ കാര്യം വേറൊന്നുമല്ല. ഇത്രയും ക്വാളിറ്റി ആയിട്ട് ഞാൻ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഓർണമെന്റ്സ്, നല്ല ഇതുപോലെ നല്ല പള എന്നുള്ള ഓർണമെന്റ്സ് കല്യാണത്തിനായാലും ഏതൊരു ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ റെഡി ആയിട്ടൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. ബൈ.